കോഡ് എന്ന് പറഞ്ഞിട്ടൊരു കോഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ആ സമയത്ത് തന്നെ ഹമ്മുറാബി കോഡില് ഈ അടിമത്തത്തിന്റെ കുറച്ച് കാര്യങ്ങളെ പറ്റി ഞാൻ ഈ നിയമത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് തൊട്ടേ ഹമ്മുറാബി കോഡിന്റെ സമയം തൊട്ടേ അടിമകളെ പറ്റിയുള്ള കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഏകപക്ഷീയമായിട്ടുള്ള നിയമങ്ങളാണ്. ഈ ഉടമകൾക്ക് സർവാധികാരം കൊടുക്കുന്ന നിയമങ്ങളാണ്. ഈ പിന്നെ അക്കാലത്ത് തന്നെ നമ്മൾ ഇന്ത്യയിൽ മനുസ്മൃതി എന്ന് പറയുന്ന ഇതും അടിമത്തത്തെ കൃത്യമായിട്ട് നിർവചിക്കുകയും അങ്ങനെ അടിമകളാക്കപ്പെടുന്ന ആളുകൾക്ക് എന്തൊക്കെ ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ള അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെ മനുസ്മൃതി 8-ാം അധ്യായം, അത് ഞാൻ കറക്റ്റ് അതിന്റെ സംഭവം പറയാം. മനുസ്മൃതി 8-ാം അധ്യായം, ഒരു സെക്കൻഡേ, നമ്മൾ റെഫറൻസ് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് പറയണമല്ലോ. 8-ാം അധ്യായം 415 415 ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഏതൊക്കെ തരത്തിലുള്ള ആളുകളെ നമുക്ക് അടിമകളാക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ഈ പറയുന്ന അടിമകൾ എന്ന് പറയുന്നത് പല രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ രീതികളൊക്കെ തന്നെ അവിടെ ഉണ്ട്. ഒരു സെക്കൻഡ്, ഞാനത് പറയാതെ ഏതൊക്കെയാണെന്നുള്ളത് ഒരു സെക്കൻഡ്. അതായത് അന്നത്തെ മനുസ്മൃതിയിൽ പറയുന്ന പ്രകാരം ഏതാണ്ട് 7 തരത്തിലുള്ള അടിമകളെ പറ്റി പറയുന്നുണ്ട്. അതായത് ഒന്നെന്ന് പറയുന്നത് ക്യാപ്ചേർഡ് ഇൻ ബാറ്റിൽ, അതായത് യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന അടിമ. വൺ ഹു ബിക്കംസ് ഫോർ ഫുഡ്, അതായത് ഫുഡിന് വേണ്ടി, ഭക്ഷണം കിട്ടാൻ വേണ്ടി അടിമയാക്കി കൊടുക്കുക. അടുത്തത് എന്താണ്, ഒരാൾ സ്വന്തമായിട്ട് തന്നെ അയാളെ വിൽക്കുക, അടിമയാക്കി വിൽക്കുക. പിന്നെ ഉള്ളത് അടിമ കുലത്തില്, അതായത് ഒരു അടിമയെ ജനിക്കുന്നു, ആ അടിമയുടെ അടുത്ത എന്താണ് അയാൾക്ക് ജനിക്കുന്ന ആൾ അടിമയായി മാറുന്നു, അങ്ങനെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ കടം വന്നു കഴിയുമ്പോൾ അയാൾക്ക് കൊണ്ടുപോയി അടിമയാക്കാം. പിന്നെന്ന് പറയുന്നത് ഏതെങ്കിലും കോടതി ശിക്ഷയായിട്ട് വിധിക്കുന്ന അടിമത്തം ഉണ്ട്. അതായത് ഇന്ന കുറ്റത്തിന് അടിമയാക്കും. നിങ്ങൾ ഇതിനെ ശ്രദ്ധിക്കുക. മനുസ്മൃതിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കോടതി അങ്ങനെ അടിമയാക്കാൻ ശിക്ഷിക്കുന്നത് ഈ സവർണ വിഭാഗങ്ങളിൽപ്പെട്ട ബ്രാഹ്മണർ, അവരെ ഒന്നും വിധിക്കില്ല കേട്ടോ. അവർക്കൊന്നും അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവില്ല. ഇത് വിധിക്കപ്പെടുന്നത് അല്ലാത്ത മനുഷ്യന്മാർക്കാണ്. അത് പ്രത്യേകം നമ്മൾ എടുത്തു പറയണം. അത് ഇതിന്റെ